Amen.
அவரால் முடியாத ஒன்று. எத்தனை பேர் இன்றைக்கு விசுவாசிக்கிறீங்க? என்னுடைய கர்த்தரால் முடியாதது எதுவுமே இல்லை. அவருடைய சக்திக்கு இன்னும் குறவு சம்பவிச்சிட்டிല്ല. அவருடைய அற்புதங்களுக்கு இன்னும் குறவு சம்பவிச்சிட்டிല്ല. இன்னும் എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാർ, അത്ഭുതം പ്രവർത്തിപ്പാർ, അതിശയം ചെയ്യുവാർ, എന്റെ ജീവിതത്തിൽ നന്മകളെ തരുവാർ, എന്റെ ജീവിതത്തിൽ ഞാൻ ചോദിക്കുന്നതെല്ലാം തരുവാർ. ഇതുപോലെ കാലം മതിയായ ഒരു കർത്താവിനെ ഞാൻ ഇതുപോലെ കാലം ആരാധിക്കുന്നത് എത്രയോ ദിവസങ്ങളിൽ വിശ്വസിക്കുന്നു. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയവന്റെ ശക്തിക്ക് ഇന്നും കുറവ് സംഭവിച്ചിട്ടില്ല. അവൻ എന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ, അവൻ എന്റെ സമയമുള്ള രോഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാറ്റുവാൻ, എന്റെ കർത്താവിലൂടെ കാലം മതിയായ ദൈവം അവൻ സ്വന്തം മരിച്ചവരെ ഉയർപ്പിച്ചവന്റെ ശക്തിക്ക് ഇതുപോലെ കാലം ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ എന്റെ ദൈവം മതിയായവൻ വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. എനിക്ക് ആരോഗ്യം തരുവാൻ, എനിക്ക് ബലം തരുവാൻ, എനിക്ക് സുഖം തരുവാൻ, എനിക്ക് വേണ്ടി നന്മകളെ തരുവാൻ, എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ തരുവാൻ, എനിക്ക് വേണ്ടി പുതിയ വഴികളെ തുറക്കുവാൻ, പുതിയ വാതിലുകളെ തുറക്കുവാൻ മതിയായ ദൈവം ഇതുപോലെ കാലം ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ, 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 ആമേൻ. അവരുടെ ശക്തിക്ക് ഇതുപോലെ കാലം കുറവില്ലെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു മതിയായ ദൈവം, യേശു മതിയായവൻ, യേശു മതിയായവൻ, സകലത്തിനും മതിയായ ദൈവം. ഹല്ലേലൂയ. ഇതുപോലെ കാലമായി കർത്താവിനെ ആരാധിക്കുന്നു. ഇതുപോലെ കാലം വിടുന്നത് ഇതുപോലെ കാലമായി മാറുകയാണ്. ഇതുപോലെ കാലം രോഗസൗഖ്യത്തിന്റെ കാലമായി മാറുകയാണ്. ഇതുപോലെ കാലം ഔഷധങ്ങളെ പ്രാർത്ഥിക്കുന്ന ഇതുപോലെ കാലമാണ് മാറുകയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ 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 നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാം. വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. വിശ്വാസത്തോടെ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. ആമേൻ, 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 ആമേൻ. അവന്റെ ശക്തിക്ക് കുറവ് സംഭവിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ വിശ്വാസത്തിനാണ് അവനോട് കുറവ്. ഇതുപോലെ കാലം എത്ര പേര് അത് അംഗീകരിക്കുന്നു? കർത്താവേ, ദൈവശക്തിക്കാണ് കുറവ്, എന്റെ വിശ്വാസത്തിനാണ് അവന് കുറവ്, എന്റെ ആരാധനയാണ് അവന് കുറവ്, എന്റെ സ്തോത്രത്തിനാണ് അവന് കുറവ്. അവന് സ്വരം ഹല്ലേലൂയ. എന്റെ ദൈവത്തെ ആരാധിക്കുന്നതിന്റെ ശക്തിയുടെ കുറവ്, പരിശുദ്ധാത്മാവിന്റെ കുറവ്, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിലുള്ള കുറവാണ്. അവൻ യേശുവിനെ ശക്തിക്കാണ് കുറവ്. ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാമോ? ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാമോ? അങ്ങനെ കർത്താവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചാട്ടെ. കർത്താവേ, ഒരു പുതിയ ശക്തിയാണ്, ഒരു പുതിയ കൃപയാണ്, ഒരു പുതിയ വിശ്വാസമാണ് നിറയണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മധ്യേ വ്യാപരിക്കുന്ന ദൈവശക്തി ഇതുപോലെ കാലം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവം ഇതുപോലെ കാലം നമ്മുടെ മധ്യമുണ്ട്. നമ്മുടെ മധ്യ ഇറങ്ങി വരുന്ന ദൈവശക്തിക്കായി സ്തോത്രം. കർത്താവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇതുപോലെ കാലം എത്ര പേര് തിരിച്ചറിയുന്നു? എന്നെ തൊടുന്നവർ ഇവിടെ വന്നിട്ടുണ്ട്, കുഷ്ഠരോഗിയെ തൊട്ടവർ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ സ്വന്തം ഹല്ലേലൂയ. അവരെ പാടയെ തൊട്ട് വരുന്ന ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മരിച്ചു എന്ന് ചുമന്നുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് ജീവിതത്തിൽ. ഇതുപോലെ കാലം കർത്താവ് വന്നിട്ടുണ്ട്. അവൻ ആരാം മഞ്ചത്തെ ഇതുപോലെ കാലം തൊടുമ്പോ ഹല്ലേലൂയ അവനോട് പറയും ഇവിടെ നിൽക്കാം. ഹല്ലേലൂയ. അവൻ ചുമന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളെ നോക്കി കർത്താവ് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു ഹല്ലേലൂയ ഇവിടെ നിൽക്കാം. ഹല്ലേലൂയ. ജീവനോടെ എഴുന്നേൽപ്പിച്ച് നടത്തുവാൻ മതിയായവനാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്, എന്റെ അരികത്ത് നിൽക്കുന്നത്, നമ്മുടെ സഭയിൽ വന്നേക്കുന്നത്. ഹല്ലേലൂയ. ജീവിക്കുന്ന ഒരു ദൈവമാണ്, ജീവനുള്ള ഒരു ദൈവമാണ്. ഹല്ലേലൂയ. മരിച്ചനുഭവങ്ങളെ മാറ്റുന്ന ഒരു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ആളുകൾ മരണത്തിന്റെ അനുഭവങ്ങളെ മാറ്റുന്ന ഒരു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. തീർന്ന് എഴുതിയ നേരത്ത് അത്ഭുതം പ്രവർത്തിക്കാൻ യേശു വന്നിട്ടുണ്ട്. വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിക്കാൻ ഏൽപ്പിക്കാമോ? വിശ്വാസത്തോടെ കർത്താവിനെ ബോധപ്പെടുത്തുവാൻ ഏൽപ്പിക്കാമോ? നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിക്കാം. ഒരു പാട്ടിന്റെ നമുക്ക് കരങ്ങളെ അടിച്ചു പാടി കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താം.
യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം. യേശുവിനെ വീണ്ടും വരുന്നവരെ ഘോഷിച്ചിടാം. യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം. യേശുവിനെ വീണ്ടും വരുന്നവരെ ഈ മരുഭൂമി യാത്രയിൽ
ക്ഷീണിച്ചു പോയിടാതെ, തളർന്നു പോയിടാതെ, അനേകർ പട്ടുപോയ ഒരു പോർക്കളത്തിലാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നെക്കാൾ വീരന്മാർ, എന്നെക്കാൾ വീരന്മാരായവർ അനേകർ പട്ടുപോയ പോർക്കളത്തിൽ ഞാനായിരിക്കുന്നു. വീട് പോകുവാനിടയാകരുതേ, താണുപോകാനിടയാകരുതേ എന്ന് സമ്പൂർണ്ണമായ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഞാൻ എന്നെ നൽകുന്ന കർത്താവേ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഒരു കുശവന്റെ കയ്യിലെ കളികൊണ്ടു പോലെ എന്റെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ ആണെന്ന് പണിയണമെന്ന് എത്ര പേർ ആത്മാർത്ഥതയോടെ പറയുവാനുണ്ട്. Lord,
ഈ 15-ാം അധ്യായത്തിൽ 3 ഉപമകളുണ്ട്. അതിൽ 3-ാമത്തെ ഉപമയുടെ അവസാന ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഒരു മനുഷ്യൻ, ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അങ്ങനെ ആരംഭിക്കുന്ന ആ ഉപമ. ആ ഉപമയിൽ 3 കഥാപാത്രങ്ങളാണുള്ളത്. ഒന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു പിതാവ്, ഒരു അപ്പൻ. ഒന്നുകൂടെ പറഞ്ഞാൽ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരപ്പൻ. ആരാണ് സ്നേഹിക്കാൻ? നമ്മളെല്ലാം പിതാക്കന്മാരാണ്. നമുക്ക് സ്നേഹിക്കാനും അറിയാം, പക്ഷെ സ്നേഹിക്കാൻ മാത്രമല്ല, ഇല്ലേ? പക്ഷെ ഈ അപ്പന് എന്തേ അറിയാവൂ? ഇങ്ങനെ നല്ലൊരപ്പന്റെ മക്കളാകാൻ ഭാഗ്യം തന്നത് ഓർത്ത് സ്ഥാപനം സ്തുതിക്കണ്ടേ? നമ്മുടെ സ്വഭാവമായിരുന്നെങ്കിൽ നമ്മൾ പലരും പണ്ടേ 6 മണിയിൽ ഉറങ്ങുമായിരുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരപ്പനായതുകൊണ്ട് അകൃത്യങ്ങൾക്കൊത്തൊന്ന് ശിക്ഷിക്കാതെ, പാപങ്ങൾക്ക് മൂലം കണക്കിടാതെ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ നല്ല ഒരപ്പൻ. ഈ അപ്പന് 2 ആൺമക്കൾ. അവരുടെ പേര് പറഞ്ഞിട്ടില്ല. മൂത്ത മകനും ഇളയ മകനും. ആരൊക്കെ മക്കള് പറഞ്ഞ്? അങ്ങനെ 3 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ ചരിത്രം. അവരമ്മയെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല, എന്താണെന്നറിയില്ല. ഇനി മരിച്ചുപോയതാണോ പറയാത്തതാണോ? ഒരു കുടുംബത്തിലുള്ള എല്ലാവരുടെയും ചരിത്രം പറയുകയല്ല. ഈ ഭൂമിയിൽ കർത്താവ് ആഗ്രഹിച്ച ഒരു സന്ദേശമുണ്ട്, അത് കൈമാറുവാനാണ്. ഇനി പെങ്ങന്മാരുണ്ടാകാം, വേറെ ആരെങ്കിലും കാണാം, പക്ഷെ അവരുടെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. ഒരപ്പനും 2 മക്കൾ. അപ്പൻ എങ്ങനെയുള്ള അപ്പനാണ്? സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന സ്നേഹനിധിയായ ഈ അപ്പൻ നമ്മുടെ യേശുവിന്റെ സ്നേഹത്തെ, പിതാവായ ദൈവത്തിന്റെ അണപൊട്ടി ഒഴുകുന്ന വലിയ സ്നേഹത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്ന വളരെ മനോഹരമായ രൂപമായാണ് ഈ ഉപമ. ഈ കുടുംബത്തിൽ കുറെ നാളുകളായിട്ട് ഇപ്പൊ ആനന്ദമില്ല. ഇത്രയും നല്ലൊരു അപ്പൻ, 2 ആൺമക്കൾ, ഇഷ്ടം പോലെ സ്വത്ത് മുതൽ, ചെറിയ കാശുകാരനല്ലോ. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും എന്തില്ല? ആ ഒരു സന്തോഷവും ആനന്ദമൊന്നും. ദൈവങ്ങളെ, നമ്മുടെ വീട്ടിൽ ആഹാരമില്ലാതെ ഉണ്ടോ? ഇല്ലേ? ഉണ്ടെന്ന് കഴിക്കാൻ ഭക്ഷണമില്ലാത്ത ആരുണ്ട്? വസ്ത്രമില്ലേ? ഈ സഹോദരിമാര് ശ്രദ്ധിക്കണം. ചെറിയ മക്കളില്ലേ, 2 വയസ്സൊക്കെ ഉണ്ട്. അലമാരി തുറക്കുമ്പോ പിള്ളേർ അടുത്തോട്ട് വരുമ്പോണ്ട് അടിക്കി വെച്ച സാരി മേപ്പാടിയിൽ ഉള്ളു കൊട്ടുപോലെ ഇടിഞ്ഞു വീണ കുഞ്ഞുങ്ങൾ അതിനു മാത്രം ഒന്നുമില്ലേ? നമ്മൾ ഇരിപ്പണ്ട പേരിലും മാറി വിടാനൊന്നുമില്ല. ഒന്നും അല്ല. ഞങ്ങളുടെ പാടുന്നൊരു കർത്തദാസനെ ചോദിക്കും, എത്ര ഷർട്ടുണ്ട്? ഷർട്ട് ഒരു കാൽക്കുലേറ്റർ കൊടുത്താവോ? വേണ്ട, ജിൽപാസിന് ചോദിക്കട്ടെ, എത്ര ഷർട്ടുണ്ട്? കണ്ടോ? ഇഷ്ടം പോലെ ഇല്ലേ? പണ്ടൊക്കെ എന്ന് ഉണ്ടായിരുന്നേ, ഒരു വീട്ടിൽ എത്ര മൊബൈൽ ഫോണുണ്ട്? എത്ര മൊബൈൽ ഫോണുണ്ട് വീട്ടില്? കണ്ടോ? അറിയാമല്ല, എണ്ണണന്നേ. ഇഷ്ടം പോലെ ഇല്ലേ? ഇല്ലേ? പക്ഷെ എന്നിട്ടും ആനന്ദം. സഭായോഗത്തിന് വന്നിരുന്നിട്ട് പോലും ഒരു സന്തോഷം. കല്യാണത്തിന് പോയാലും സന്തോഷമില്ല, മരിക്കണത്തിന് പോയാലും സന്തോഷമില്ല, ഉപവാസത്തിന് വന്നാലും പിന്നെ അങ്ങ് പോകാം. പിന്നെ നമ്മൾ ചിരിക്കണമെങ്കിൽ നല്ല കോമഡി ഷോയും അല്പം കാണണം. അത് കാണുമ്പോൾ പോലും സന്തോഷിക്കാൻ പറ്റുന്നില്ല. കാരണം അത് പ്രഷറാണ്. ചെലവ് കഴിഞ്ഞ് മിച്ചം നമുക്കുള്ളത് ടെൻഷനാണ്. അപ്പോ ഈ വീട്ടിൽ എന്തില്ല? എന്താണ് ഈ വീടിന്റെ ആനന്ദം പോകാനുള്ള കാരണം? അത് മാത്രം ഒന്ന് ചിന്തിച്ച് ബാക്കി ഒക്കെ നിങ്ങളുടെ ധ്യാനത്തിനായിട്ട് തന്നെ ഞാൻ
നിർത്തുകയാണ്. ഈ വീടിന്റെ സന്തോഷം പോകാൻ കാരണം 2 മക്കളുണ്ടല്ലോ, അതിൽ ഇളയ മകന്റെ സുഗമത നഷ്ടപ്പെട്ടു. ഇളയ മകന്റെ ഒരു 16 കൊല്ലം മുമ്പ്, 16 19 ഇവിടെ ഒരുപാടുണ്ട നമ്മുടെ യാത്ര. 19 വർഷം മുമ്പ് മാസത്തിൽ 1 വെച്ച് കൂടുതലോട്ടെ, അത് പിന്നെ പറയാം. കണ്ണുനീരോടെ വന്നു പോകുന്ന ഒരു സ്ഥലമായിരുന്നു. ഒരുപാട് വേദനകൾ. നമ്മുടെ ശ്മശാന ഭൂമിയിലൊക്കെ വേണ്ടപ്പെട്ടവരുടെ അടക്കമൊക്കെ കഴിഞ്ഞ് പിരിയൂലേ, അങ്ങനെ പിരിയുന്ന ചില വർഷങ്ങൾ കൂടുതലും എനിക്കുണ്ടായിരുന്നു. കാരണം ഒരു മകൻ സുഖമില്ലാത്തൊരു മകനുണ്ടായിരുന്നു. അപ്പോൾ ഒരു എത്ര മക്കളുണ്ടെങ്കിലും ഒന്നിന് എന്തെങ്കിലും ഒരു കേട് പറ്റിയാൽ ആ വീടിന്റെ ആനന്ദം പോകും. സ്വന്തം സത്യമല്ലേ മക്കളെ? അയ്യോ, പടം വരയ്ക്കാനേ മകള് എന്റെ പടമാണോ വരയ്ക്കുന്നത്? പോകുമ്പോ ഭാഷകൾ സമ്മാനം തരാൻ വേണ്ടി ആശ പറഞ്ഞതാ കേട്ടോ. എന്നാലും പിള്ളേർ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ പുറകിലിരിക്കാൻ കാരണം നിങ്ങളെ കുറ്റം കണ്ടുപിടിക്കാനല്ല. രാവിലെ 8-10 ഗുളിക 7 ഗുളിക തിന്നിട്ടായിരിക്കും. ഉറക്കം എന്ന് പറഞ്ഞ് ഭൂലോക ഉറക്കം. അപ്പോൾ ഇവിടെ ഇരുന്ന് നിങ്ങൾ ഉറങ്ങിയാൽ നിങ്ങൾ ചിന്തിക്കില്ലേ ഉറക്കം തോന്നി പാസ് ഇവിടുന്ന് വന്ന്. ഇപ്പം നിങ്ങൾ ആരും കാണാതെ സൂപ്പറായിട്ട് ഉറങ്ങാനാണ് ഞാൻ ഏറ്റവും പുറകിരുന്നത്. ഞാനിപ്പോൾ ഇവിടെ ചെന്ന് ക്ഷീണം മരുന്നെല്ലാം കഴിച്ചിരിക്കുന്നുണ്ട്. രാത്രി ഒരു അല്പം ഉറക്കം കുറവാണ്. ഇതെല്ലാം തീർക്കുന്നത് രാവിലെ. പിന്നെ രാവിലെ അതിന് സമയം കിട്ടിയില്ല. ഇവിടെ 8 മണിക്ക് സ്വഭാവം 8:30 സ്വഭാവം തുടങ്ങില്ലേ. അപ്പോൾ അതുകൊണ്ട് ആരൊക്കെ സമയം നന്നായിട്ട് ഉറങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റവും പുറകിരുന്നു. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇത്രയും ഗുളിക അതുപോലെ ഗുളിക കഴിക്കുമ്പോൾ ഉറങ്ങാം, അല്ലാത്തവരാരും ഉറങ്ങില്ല കേട്ടോ. ശ്രദ്ധിച്ചില്ല. അപ്പോ എന്താണ് സന്തോഷം പോകാൻ കാരണം? മക്കള് പറഞ്ഞ് സുബോധി. നമ്മുടെ ഭക്ഷണം എല്ലാവരും മലയാളം നല്ല ഇവിടെ എനിക്കറിയാം. എന്നാലും മലയാളത്തിൽ പറഞ്ഞ വട്ടു പിടിക്കും. ഇനി ഈ സുബോധമില്ലാത്ത മോൻ വീട് വിട്ടുപോയി. അയ്യോ, വെളിവുള്ളത് വിട്ടുപോയ സമാധാനമില്ല. സത്യമല്ലേ? കോളേജിൽ പോയിട്ട് 5 മിനിറ്റ് വൈകിയ സുബോധമുണ്ട്, എല്ലാത്തിനും A+, എന്നാലും നമുക്ക് സമാധാനമില്ല. അങ്ങനെയാണെങ്കിൽ വെളിവില്ലാത്തത് പോയാൽ അവസരം നോക്കിയിരിക്കും. നല്ലൊരു അപ്പനാണെങ്കിലും വീട്ടിൽ ആനന്ദമില്ല. ദൂരെ പോയി. 3ാമത് ആ മകൻ മരിച്ചുപോയി. ഇങ്ങനെയാണ് ആ നല്ല അപ്പന്റെ വീട്ടിലെ ആനന്ദം പോയത്. നമുക്കിങ്ങനെ മടങ്ങി വരാം. നല്ല അപ്പനാണോ നമ്മുടെ യേശു? ആണോ? പണ്ടൊക്കെ ഈ 2 അപ്പന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒന്നുമല്ല, ഇപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലും വിവരവും വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് നല്ല സന്തോഷം മക്കളായിട്ട് തന്നെ. പക്ഷെ പണ്ട് അങ്ങനല്ല. 2ാം അപ്പനും 2ാം അമ്മയും ഒരു വേർവൃത്തിയുണ്ട്. അതുപോലത്തെ ഒരു അപ്പനാണോ യേശു? ആണോ? അല്ലെന്നേ. അപ്പൊ ഈ അപ്പന്റെ മക്കളല്ലേ നമ്മൾ? ആണോ? അപ്പൊ ഈ കുടുംബത്തിൽ നമ്മൾ നിമിത്തം ആനന്ദം പോയിട്ടുണ്ടോ? നമ്മൾ നിമിത്തം യേശുവിന്റെ ആനന്ദം സന്തോഷം സ്വർഗത്തിൽ കുറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? നമുക്ക് ഫോൺ വിളിച്ച് ചോദിക്കാൻ പറ്റൂ? ഇല്ല. അപ്പോൾ നമ്മളിപ്പോ ഈ ചിന്തിക്കുന്ന മകന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പാണ് അപ്പന്റെ ആനന്ദം. 2-3 സ്വഭാവം, കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പിന്നെ നിങ്ങളുടെ പഠനത്തിൽ ധ്യാനത്തിൽ കണ്ടുപിടിച്ച് നോട്ട് ചെയ്തു. പഠിക്കാൻ ഒരു അവസരം ഇട്ട് തരാം എങ്ങനെ ആ കാര്യം ചിന്തിക്കണം. അപ്പൊ ആനന്ദം പോകാൻ കാരണം ഇനി ഈ മോനെ കുറിച്ച് പഠിച്ചാൽ ഇവന് സുബോധമില്ലെന്ന് പറയുന്നവനാണ്. എല്ലാം എടുക്കണം.
നമ്മൾ വിചാരിക്കും സുബോധനം എന്ന് പറയുമ്പോൾ ഈ ടൗണിൽ കൂടെ ഒരു മുടിയും കിട്ടി ചക്കക്കാട് കൈപ്പറ്റി ചാടും കോടതി നടത്തുക, അതൊന്നുമല്ല. എല്ലാത്തിനും പ്രസംഗിക്കും. എന്നാ മിടുക്കാന്നറിയാവോ? അവന് സുബോധമില്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താണെന്നാ നമ്മളിത് ചിന്തിക്കാൻ പോകും. ഒരു ദിവസം ഈ മോൻ പപ്പായുടെ എതിർത്ത് പറഞ്ഞു, പപ്പ ഒരുപാട് കാശുകാരണം, ചെറിയ കാര്യങ്ങളുണ്ട്, ഒരുപാട് എസ്റ്റേറ്റുകൾ, ഒത്തിരി പ്രോപ്പർട്ടികൾ, അതിൽ എനിക്ക് വരേണ്ടിയ പങ്ക് എന്ത് നല്ല മോനെ എന്നുള്ളത് മുഴുവൻ ഒരു മോൻ കൊടുത്താലും പറയും, ഈ തവണ ചക്കനെ കാണാൻ പറ്റിയത് എത്ര കൊടുത്താലും അല്ലേ, അതെനിക്ക് പുറകിലായി പോയി, മുമ്പിലായി പോയി, വരുമാനം കുറഞ്ഞു പോയി. ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഇവനില്ല. എല്ലാവരുടെയും കൂടെ ഒന്നും കൊടുത്താലും സന്തോഷമില്ല. ഇവൻ പറഞ്ഞു, എനിക്ക് ചേട്ടനത് എനിക്ക് വേണ്ട, ഇനി പെണ്ണന്മാരുണ്ടെങ്കിൽ അവരുടെ എനിക്ക് വേണ്ട, അപ്പച്ചൻ്റെത് എനിക്ക് വേണ്ട, ഇനി അമ്മച്ചിയുടെ ഇതൊന്നും എനിക്ക് വേണ്ട, അപ്പനൊത്തിരി സ്ഥലമൊക്കെ ഉണ്ട്, അതിന് എനിക്ക് വരേണ്ടിയ. ഇവന് സുബോധമില്ലെന്ന് പറഞ്ഞാൽ പറയുന്നവർക്ക് എല്ലാം വേണ്ട. ഇത്രയും നല്ല മോന് സുബോധമില്ലെങ്കിൽ നമ്മളെ എന്തായിരിക്കും കർത്താവ് വിളിക്കുന്നത് നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നു. സ്തോത്രം. ലേവ്യ സുബോധത്തോടെ ജീവിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി മൂത്തന്മാരുണ്ട്, എന്നാലും വീടും ചോദിച്ചതാരാ? ചിലപ്പോൾ മൂത്തവും വിട്ട് ചോദിച്ചാൽ പണ്ടൊക്കെ ഈ ഇളയവരെ വിട്ട് ഒട്ടകം മേടിക്കാൻ പൈസ കിട്ടും. അപ്പൊ ആ കൂടെ നമുക്ക് ഇളയവരെ തല്ലുന്ന കൂടിയേ മൂത്തരോട്ട് പിറ്റാപ്പല്ലേ പോടാന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അപ്പൊ എന്ത് പറഞ്ഞ ആണോ അറിയാൻ മേല. ഏതായാലും അവൻ എന്നാ ചോദിച്ചു, അപ്പാ എനിക്ക് വരേണ്ടി അധികമൊന്നും വേണ്ട, പപ്പ എനിക്ക് തരാൻ പ്ലാൻ ചെയ്തുകൊണ്ടല്ല, ആ പ്രോപ്പർട്ടി ആ സ്ഥലം എനിക്ക് തന്നെ. ഓക്കെ, നമ്മളിങ്ങനെ വായിക്കുന്നു. 11 മുതലാണ് വേദഭാഗം. ഞാൻ സമയക്കുറവ് കൊണ്ടും അറിയാവുന്ന ഭാഗമായതുകൊണ്ടും ആ പാസേജ് മുഴുവൻ വായിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ പറഞ്ഞു വിടാം. ഇങ്ങനെയാണ് ആ ഭാഗം വായിക്കുന്നത്. ആ അപ്പൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു, അല്ലേ? ഒന്ന് വായിക്കാമോ ആ ഭാഗം മാത്രം? ശ്രദ്ധിക്കുക, ഇവൻ അപ്പനോട് ചോദിച്ചത് വസ്തുവിൽ, ആ എസ്റ്റേറ്റിന്റെ, ആ പ്രോപ്പർട്ടിയുടെ, ആ സ്ഥലത്തിന്റെ വീതമാണ്. ഒരു വീടായാൽ ഒരുപാട് സമ്പത്തുകൾ വേറെ ഉണ്ടാവും. എന്നാൽ അപ്പൻ സ്ഥലത്തിന്റെ വീതം മാത്രമല്ല കൊടുത്തത്, മുതൽ പകുത്തു കൊടുത്തു. സ്തോത്രം. പഠന വിഷയമായി നമ്മൾ ആ പദങ്ങളൊക്കെ പഠിക്കുമ്പോൾ രണ്ടിന്റെയും അർത്ഥം മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ ആ വീട്ട് പണ്ടത്തെ വീടുകളാണ്. എന്തുമാത്രം സ്വർണം കാണും, ചിലപ്പോൾ വെള്ളി കാണും, ആടുമാടുകൾ. യോബിനെയോ പറയുകയാണെങ്കിൽ എന്തുമാത്രം ആടുമാടുകൾ, ഫർണിച്ചറുകൾ, ബാങ്ക് ബാലൻസ്. ഇന്നത്തെ പോലത്തെ ബാങ്ക് ബാലൻസ് അല്ല അന്ന്, എങ്കിൽ നമ്മൾ ചിന്തിക്കാം. ബാങ്ക് ബാലൻസ് എല്ലാം പകുത്തു കൊടുത്തു. എത്ര നല്ല അപ്പൻ. മക്കളെ, നമ്മൾ ചോദിച്ചത് മാത്രമാണോ തന്നത്? നമ്മളെന്ത് ചോദിച്ചു? പിള്ളേർ ഇങ്ങോട്ട് ശ്രദ്ധിച്ച മക്കളെ, മക്കളോട് ഞാൻ ചോദ്യം ചോദിക്കാം. വലിയ ആൾക്കാർ ചോദ്യം ചോദിക്കാൻ എങ്ങനെയാ? ഇങ്ങോട്ട് നോക്കിയത് മക്കളെ, മക്കളുടെ ഈ മൂക്കില്ലേ, മൂക്ക് ഇത് ചോദിച്ചു മേടിച്ചതാണോ? യേശുവെ ഇങ്ങനത്തെ മൂക്ക് തരണം, അങ്ങനത്തെ മൂക്കല്ല, മൂക്കുകളുടെ ആളുടെ മൂക്ക് വേറെ മൂക്കാണ്. ചോദിച്ചു മേടിച്ചതാണോ? ആണ്. കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേര്, ഈ കണ്ണ് ചോദിച്ചു മേടിച്ചതാണോ? യേശുപ്പ ഇങ്ങനത്തെ കണ്ണ് ഭൂമി വരാറില്ല. ആ ഈ മകന് മാത്രം ഇങ്ങനത്തെ കണ്ണുള്ളല്ലേ? നമ്മുടെ കണ്ണുകുളത്തിൽ കണ്ണ് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? അതല്ലേ ആധാറൊക്കെ മേടിക്കാം. ഈ തലമുടി ചോദിച്ചു മേടിച്ചതാണോ? ഈ കാര്യം കൈ ചോദിച്ചു മേടിച്ചതാണോ? നമ്മുടെ മക്കളെ ചോദിച്ചു മേടിച്ചതാണോ? തിരിച്ചു കഴിഞ്ഞപ്പോഴാണോ പെണ്ണാണോ അറിഞ്ഞത്? കിടക്കുന്ന വീട് പോലും ചോദിച്ചതൊന്നുമല്ല, മുതൽ പകുത്ത് തന്നതാണ്.
പകുത്തു തന്ന മുതലുകളെ ഓർത്ത് ഊനമില്ലാത്ത ശരീരങ്ങൾ, അവയവങ്ങൾ, താളം തെറ്റാത്തൊരു മനസ്സ്, അല്പം താളം തെറ്റിയാൽ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടിടേണ്ടി വരും. ആരോഗ്യമുള്ള ശരീരം, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല മക്കൾ, നല്ല മരുമക്കൾ, നല്ല സഭ, നല്ല ബന്ധങ്ങൾ, നല്ല സ്നേഹിതർ, നല്ല അയൽവാസികൾ, നല്ല ആഹാരങ്ങൾ, എന്തെല്ലാം. ഇന്ന് പകൽ അപ്പൻ പകുത്തു തന്ന മുതലുകളെ ഓർത്താൽ കണ്ണുനീരോടെ അപ്പനെ ആരാധിക്കണ്ടേ. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. 1-2 സെക്കൻഡുകൾ ആ തന്ന മുതലുകളിൽ നിന്ന് ഓർത്ത് സ്തോത്രം ചെയ്ത് അപ്പാ, എന്റെ ജീവിതത്തിൽ പകുത്തു തന്ന കൊച്ചുമക്കളെ തന്നില്ലേ അല്ലേ? ഞാൻ ബാക്കിലിരിക്കുമ്പോ ഒരമ്മ ഒരു കുഞ്ഞിനെ ഒരു സഹോദരിയെ കൊണ്ട് കൊടുത്തു. ആ കുഞ്ഞ് കയ്യിലേക്ക് വന്നപ്പോ അദ്ദേഹത്തിന്റെ ലെവൽ നഷ്ടപ്പെട്ടു. ഉമ്മ കൊടുക്കുകയാണോ, കളിച്ചു പഠിക്കുകയാണോ? സ്വാഭാവികമായിട്ട് ഒരു വിള്ളകൾ വേണമെങ്കിൽ ആ കുഞ്ഞിനെ അല്ലേ, എന്നിട്ട് കുഞ്ഞുങ്ങളെ കയ്യിലേക്ക് ഇട്ടുമ്പോ നമ്മുടെ എല്ലാ ടെൻഷനും പോയില്ലേ? പകുത്ത് തന്നതല്ലേ? ഇങ്ങനെയൊക്കെ പകുത്ത് തന്നിട്ടില്ലേ? ഇതില്ലാത്തവരും ഉണ്ട്. ഇതൊക്കെ ഓർത്താണ് ദൈവത്തെ സ്തുതിക്കുന്നേ. നമ്മൾ സഹായിച്ചിരിക്കുന്ന ഷോപ്പിട്ട് ഉപയോഗിക്കുന്ന പോലെ ഒരു സന്തോഷമില്ല. മുട്ട കച്ചവടം പൊട്ടി പോയി പോലെ ഇവിടെ വന്നിരിക്കുക. ആകെപ്പാടെ ഒന്നും തരാത്തൊരു കർത്താവിനെ ആരാധിക്കാൻ വന്നിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ഒരു സന്തോഷമില്ല, ഒരു ചൈതന്യമില്ല. ഇന്ന് പകൽ ഒന്ന് ചിരിച്ചോണ്ടെങ്കിലും സ്വത്രം പറ, ഇല്ലെങ്കിൽ കരഞ്ഞോണ്ടെങ്കിലും സ്വത്രം പറയണം. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവമേ പകുത്തു തന്ന മുതലുകളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ യേശുവിനെ ആരാധിച്ച് ഇല്ലായ്മയും വല്ലായ്മകളും മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുവാനല്ല. ദൈവമേ, ഞാൻ ചോദിച്ചതല്ല, ചോദിക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. എങ്കിലും അപ്പൻ പകുത്തു തന്ന നിങ്ങളുടെ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യമെല്ലാം തമ്പുരാൻ പകുത്തു തന്നതാണ്. ഉദരത്തിൽ പലതും ചാപ്പിള്ളവരായി പോയി. കൂടെ ജനിച്ചവർ വെളിച്ചം കാണാതെ ഒരുപടി മണ്ണായി മാറി. നമ്മുടെ പ്രായക്കാർ വസ്ത്രം ധരിക്കാത്തവർ നമ്മുടെ രാജ്യത്തുണ്ട്, ഇല്ലാത്തതുകൊണ്ട്. വിശക്കുന്ന വേണ്ടൽ ആഹാരം കഴിക്കാനില്ലാത്ത നമ്മുടെ പ്രായക്കാർ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്തിന്നും ജീവനോടെ ഉണ്ട്. അതിന്റെ നടുവിൽ പകുത്തു തന്ന നന്മകളെ ഓർത്ത് നന്ദിയുള്ള ദൈവത്തെ ഒന്ന് സ്തുതിച്ച് എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. പകുത്തു തന്ന ആരോഗ്യം, പകുത്തു തന്ന ആയുസ്, പകുത്തു നൽകിയ നന്മകൾ, വണ്ടി, വാഹനം, ആഹാരം, തൊഴിലുകൾ, നന്മകൾ, സമ്പത്തുകൾ എല്ലാം നിന്റെ ദാനമാണ്. യോഗ്യത കൊണ്ടല്ല, നീ പകുത്തു തന്ന കൃപയാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പക്ഷേ സുബോധമില്ലാത്ത ഈ മകൻ വിലയേറിയ പകുത്തു കൊടുത്ത മുതലുകൾ ദൂരദേശത്ത് കൊണ്ടുപോയി നാനാവിധമാക്കി കളഞ്ഞു. എന്തോ സുബോധമില്ലാത്തതിന്റെ ലക്ഷണം മക്കളൊക്കെ ശ്രദ്ധിച്ചിരിക്കും. പകുത്തു തന്ന ദൈവം, പകുത്തു തന്ന സൗന്ദര്യം, പകുത്തു തന്ന അവയവങ്ങൾ, പകുത്തു തന്ന ബുദ്ധിവൈഭവം, ദൈവം നൽകിയ നല്ല ഭാഷ, സംസാരശേഷി, ഇതൊന്നും വേണ്ടാത്തതിന് ഉപയോഗിക്കരുത്. അവിടെയാണ് അപ്പന്റെ ആനന്ദം പോകുന്നത്. അർഹതയില്ലാത്ത സ്ഥാനത്ത് കൃപയാൽ നമുക്ക് പലതും തന്നിട്ട് നമുക്ക് തോന്നിയതുപോലെ അത് കൈകാര്യം ചെയ്യാനല്ല, തോന്നിയതുപോലെ ജീവിക്കാനല്ല. തന്ന അപ്പന് പ്രസാദമുള്ള ഇന്ന് നമുക്ക്
ദൈവം നൽകിയ ശബ്ദം ഇല്ലേ? ശബ്ദമില്ലാത്തവരില്ലേ? ഈ ശബ്ദം കർത്താവിനെ ആരാധിക്കാൻ മാത്രം ഉപയോഗിക്കുക. വഴക്കുണ്ടാക്കാനും ഒച്ചപ്പാടുണ്ടാക്കാനും തമാശ പറയാനും രാഷ്ട്രീയം പറയാനും എന്ത് വേണ്ട ബാക്കി എല്ലാത്തിനും ആലയത്തിൽ വരുമ്പോ സൂപ്പർ ഗ്ലൂ കൊണ്ട് ഞാൻ പാട്ടുകാരനെ പിടിക്കാൻ പോവാം. സൂപ്പർ ഗ്ലൂ കൊണ്ട് പാട്ടുകാരന്റെ ചുണ്ട് അങ്ങോട്ട് ഒട്ടിച്ചു വെക്കും. പിശാച് പാടുകയില്ല, സ്വത്രവും പറയില്ല. ഉണ്ടോ? അപ്പൻ ആനന്ദിക്കൂ, മക്കളെ ആനന്ദിക്കൂ. വാ തുറന്ന് സ്വത്രം പറഞ്ഞു, വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. ദൈവം നിങ്ങളുടെ കയ്യൊക്കെ ഇല്ലേ? അടിക്കാൻ പറ്റുമ്പോ അടിക്കണം മക്കളെ, കേട്ടോ? ആദ്യ കർത്താവിനെ ആരാധിക്കാം. ഓ ഹല്ലേലൂയ! പിതാക്കന്മാരെ, ഈ ശരീരം ദൈവത്തെ ആരാധിക്കണേ. സുബോധമുണ്ടോ? വെളിവുണ്ടോ? ഇത് ദൈവത്തിന്റെ മന്ദിരമാണെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വസിക്കുന്നുണ്ടെന്നും എന്റെ ശരീരം കൊണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാണെന്നും തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നവരാണ് സുബോധമുള്ളവർ. അവരിലാണ് അപ്പൻ സന്തോഷിക്കുന്നത്. ഇന്ന് മുതൽ അപ്പന്റെ ആനന്ദം നഷ്ടപ്പെടുന്ന ഒരു സഭായോഗമായി ഈ സഭായോഗം മാറരുതേ. ഒന്ന് സ്വത്രം പറഞ്ഞേ, സ്വത്രം പറഞ്ഞേ, ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ, മകനെല്ലാം തുറന്നേ. ദൈവം നൽകിയ വീടിലെ ആലയമായിരിക്കണം. വെറും സിനിമാ തിയേറ്റർ മാത്രമേ മാറരുത്. അമ്പലപ്പറമ്പിലെ കോമഡി മാത്രമായി വിശ്വാസിയുടെ വീട് മാറല്ലേ? കോമഡി ഷോയും സീരിയലും ഉള്ളൂ. അധികല്ല ദുഃഖിക്കും കേട്ടോ. ആ ദുഃഖം നമ്മല്ല, ജീവിതത്തിൽ വലിയ കേടുകൾ വരുത്തി വയ്ക്കും. കൃപ തരണമേ അപ്പാ. സുബോധത്തോടെ ജീവിച്ച് എന്റെ അപ്പൻ ഇങ്ങനെയൊക്കെ തന്ന എന്റെ അപ്പൻ ഹല്ലേലൂയ, കട്ടതയും രോഗമൊക്കെ ഉണ്ടെങ്കിലും നീക്കുപോക്ക് തന്നില്ലേ? അല്ലേ? ഷുഗർ ഉണ്ടെങ്കിലും പൂവമ്പഴം കണ്ട വെറുതെ പോകുന്നുണ്ട്. നമുക്കറിയാം, സപ്പോർട്ട് ഉണ്ട്, സൂപ്പറിന് വരും, റെസ്പെക്ട് വരും. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത പാവങ്ങള് ഇഷ്ടംപോലെ സ്വത്തോട് ഒന്നും തിന്നാൻ മേല. അവര് കുഴിയും വിഴുങ്ങി തത്താൻ വയ്യായിരുന്നു, വിഷമുണ്ടായി വയ്ക്കായിരുന്നു എന്നും പറഞ്ഞിരിക്കുക. 500 ഷുഗർ ഉണ്ടെങ്കിലും പൂമ്പഴം തിന്നാൻ കൃപ തന്നില്ലേ? അത് ഗോത്രം പറയണ്ടേ? ഗോത്രം പറയണ്ടേ? ചില വേദനയൊക്കെ ഉണ്ടെങ്കിലും ചില രോഗമൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ നടുവിൽ ഒരു സന്തോഷം. ഇതൊക്കെ അങ്ങ് തീരും. ഇത് മണ്ണിൽ ചേർന്നാലും ഒരു തേജസ്കരിക്കപ്പെടുന്ന ശരീരമാണ്. എനിക്ക് ലഭിക്കാൻ പോകുന്നതല്ലേ നമ്മുടെ പ്രത്യാശ. നിങ്ങളുടെ പ്രത്യാശയുള്ള ഒരു ജീവിതം, വിശ്വാസമുള്ള ഒരു ജീവിതം, സന്തോഷമുള്ള ഒരു ജീവിതം തന്ന ഈ അപ്പനെ ദുഃഖിപ്പിക്കരുത്. എന്ന പോക്ക് നമ്മുടെ വാച്ച് ഗ്രീസ് കിട്ടും. എന്റെ വാച്ചിൽ നിങ്ങൾ ആരും വാച്ച് നോക്കണം. എന്റെ വാച്ചിൽ വാച്ച് ഗ്രീസ് ശ്രദ്ധിക്കുക. സുബോധം വേണം. എവിടെയെങ്കിലും അപ്പൻ ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പലപ്പോഴും സോറി പറയണം. ക്ഷമിക്കണേ, സുബോധമില്ലാതെ ജീവിച്ചു. എനിക്ക് നൽകിയ ശരീരത്തോടെ ഞാൻ പാപം ചെയ്തു, എനിക്ക് നൽകിയ മനസ്സോടെ ഞാൻ പാപം ചെയ്തു. ദൈവം നൽകിയ ആരോഗ്യ സമ്പത്തുകൾ, വീടുകൾ, ദൈവം എനിക്ക് നൽകിയ വചനങ്ങൾ, വചനമൊക്കെ തന്നിട്ടുണ്ടോ? ഇത് വായിക്കോ?
ഇല്ല. ഇനിയിപ്പോ നമുക്ക് ചിലർ വചനം കയ്യിലെടുത്താൽ അനസ്തേഷ്യ കൊടുത്ത പോലെയാണ്. അനസ്തേഷ്യ തന്നാൽ ഡോക്ടർ അനസ്തേഷ്യ തന്നാ അന്നേരം വായിച്ച ഒരു പോരാട്ടം കണ്ടോ? ചിലത് പ്രാർത്ഥിക്കുന്ന അനസ്തേഷ്യ ഉറങ്ങുന്നവരൊന്നും ഉറക്കിയില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഇതൊക്കെ ഒരു പ്രത്യേക വ്യാപാരമാ. ആരാധന വിടുതൽ പ്രാപിക്കണേ. സുബോധത്തോടെ ജീവിക്കണം. മുതൽ നാനാവിധമാക്കി പകൽ കർത്താവ് നൽകിയതൊക്കെ കേട്ടോ. കർത്താവ് നൽകിയ വാഹനമൊക്കെ കർത്താവ് ദുഃഖിക്കുന്ന ഒരു വഴിക്ക് ഓടരുത്. കർത്താവ് കാല് കർത്താവ് ദുഃഖിക്കുന്ന ഒരു വഴിക്ക് നടക്കരുത്. വേണ്ടാത്തതിനൊന്നും ആ കാല് ഉപയോഗിക്കരുത്. കർത്താവ് മനസ്സ് വേണ്ടാത്തതിനൊന്നും അല്ലേ. കൂട്ടു സഹോദരനെ കുറിച്ച് രാഗി വൈരാഗ്യം, ഓ ആ വിട്ടി വെട്ടിയല്ലോ, സൈക്കിളിൽ പോലും വിടിയല്ലോ എന്നൊന്നും ചിന്തിക്കരുത്. പകയും വിളക്കവും ക്രോധവും ജാരശങ്കയും ശാഠ്യവും ദുർനപക്ഷവും ഭിന്നതീതിനകത്ത് കൊണ്ടു നടക്കരുത്. നിന്റെ ഹൃദയം ശുഭവചനത്താൽ ദൈവ സ്നേഹം അതിനകത്ത് നിറയണം. ഇന്ന് പകൽ എവിടെയെങ്കിലും നാനാവിധമാക്കിയിട്ടുണ്ടെങ്കിൽ ദൈവം നൽകിയ കുടുംബ ജീവിതം വിശ്വസ്തത വേണം. ഭാര്യയോട് വിശ്വസ്തത വേണം. ഭർത്താവിനോട് വിശ്വസ്തത വേണം. അതൊക്കെ വിവരിക്കേണ്ട കാര്യമാണ്. ഇത് സഭായോഗമാണ്. അല്ല കുടുംബയോഗവും ഫാമിലി മീറ്റൊക്കെ ആണെങ്കിൽ നിന്ന് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്ന് പലർക്കും അവിശ്വസ്തതയില്ല. കാണുന്നിടത്തൊക്കെ വായി നോക്കി, കാണുന്നിടത്തൊക്കെ തോണ്ടി ഞരങ്ങി അയ്യോ ദൈവം പകുത്തു നൽകിയ നന്മകൾ നാനാവിധമാക്കരുത്. അപ്പൻ ദുഃഖിക്കും. വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വേർപാടോടെ ജീവിക്കുവാൻ, പാപം ചെയ്യാതെ ജീവിക്കുവാൻ, നിർമ്മലതയോടെ ജീവിക്കുവാൻ, സുഖത്തോടെ ജീവിക്കുവാൻ. ദൈവത്തിലേക്ക് ആയസ് എന്തെങ്കിലും നാനാവിധമാക്കിയിട്ടുള്ളൂ. നല്ല പ്രായമൊക്കെ രക്ഷപ്പെടാത്ത കാലം പോട്ടെ, അറിവില്ലായ്മയുടെ കാലമാണ്. എനിക്ക് ദൈവത്തിന്റെ മഹാപ്രഭുണ്ട് കുഞ്ഞു പ്രാദേശിക നൽകിയ ഭാഗ്യം. എന്റെ 11ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ശുശ്രൂഷയ്ക്ക് വേർതിരിക്കപ്പെട്ടു, ശുശ്രൂഷ തന്നു. അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു അന്നിട്ട് ജീവിക്കാൻ എനിക്ക് മഹാഭാഗ്യമാണ്. പണ്ടൊരാൾ പറഞ്ഞ പോലെ പാപം ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പറഞ്ഞ ഒരിക്കലൊക്കെ പറഞ്ഞു പോയതാ, എനിക്ക് ഭാഗ്യം ചെയ്യാൻ ഇതുവരെ ഭാഗ്യം എന്ന് പറഞ്ഞതുപോലെ എന്നാ വന്നാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അല്ല, ചില 35,000, 50,000, 60,000 പുറകോട്ടുള്ളത് പോട്ടെ. ശേഷുവിനെ അറിഞ്ഞ ശേഷം ഇത് നാനാവിധമാക്കിയിട്ടുണ്ടോ? അല്ലേ? 6 ദിവസം ദൈവം നമുക്ക് വേല ചെയ്യാൻ തന്നു. അത് നാനാവിധമാക്കരുത്. അത് കിടന്നുറങ്ങരുത്, അത് വേല ചെയ്യണം. പക്ഷെ വിശ്രമിക്കാൻ 1 ദിവസം തന്നു, ഞായറാഴ്ച. അത് നാനാവിധമാക്കരുത്. അന്ന് കല്യാണത്തിന് പോകരുത്, ബിരിയാണി അടിക്കാൻ പോകരുത്, പെരേക്കൂടലിന് പോകരുത്. കല്യാണത്തിന് അതിനകത്തിനുള്ളതാ. 1-2 പേര് ഇവിടുന്ന് പറഞ്ഞു, ഇവിടെ ഒന്നും വേണ്ടിയില്ല. ഞായറാഴ്ച നമ്മൾ അവിടെ ചിക്കൻ കാല് കടിച്ച് വലിക്കുമ്പോൾ അപ്പൻ ദുഃഖിക്കുകയാണ്. സുബോധമില്ലാത്തയാളാ. ഇവിടെ കറുത്തുന്ന ആൾക്കാർ കൊടുക്കുമ്പോൾ മറ്റേ പുള്ളി ചിക്കൻ കാല് കടിച്ച് വലിക്കുക, തൊണ്ടയിൽ വെല്ലുപിടിക്ക് ചാടാത്തത് മഹാഭാഗ്യം. സുബോധമുള്ള ദൈവം പോയില്ല. അതിനെവിടെയെങ്കിലും പോയി ആരാധിക്കും. ഒരിക്കൽ 1ാമത്തെ കുർബാന കഴിഞ്ഞിട്ട് കല്യാണത്തിന് പോകും. എന്തിനും അതിബോധത്തിൽ പോകും. പറഞ്ഞതാ. അപ്പനെ ദുഃഖിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒന്നും നമ്മുടെ സഭയിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഒരു തീരുമാനമെടുക്കുക. എപ്പോഴാ എനിക്ക് വന്നതുപോലെ ഒരു അറ്റാക്ക് വരുന്നതെന്ന് അറിയില്ലെന്നേ, അല്ലേ? എപ്പോഴാ ഒരു സൈലന്റ്, ഒരു അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആരാധിക്കാൻ പറ്റുമോ? ആരാധിച്ച സ്ഥിതി നിർത്തിക്കും. ഞാൻ തട്ടിപ്പോയി എന്നിരിക്കാം. മുൻകൂടുതൽ പാസ്റ്ററെ അമാച്ചനല്ലേ വരാതിരിക്കാൻ പറ്റുമോ? വരൂലേ? കാരണം വന്ന് ആരെങ്കിലും ആട്ടെ ഒരാൾ പുതിയ തന്നെ അനുശോചനം പറയാം. എൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ പാസ്റ്റർ അമാച്ചനെ പറ്റി കേട്ടിട്ടുണ്ട്, ഒരു ഭയങ്കരനായിരുന്നു, നല്ലൊരാളായിരുന്നു പറഞ്ഞാലോ. പിന്നെ ഏത് ആശുപത്രി
പെട്ടി കയറി അടങ്ങി കിടക്കണം. ആരാധിക്കരുത് ആരും. അവിടെ അന്യഭാഷ പറയുന്നത് സ്വന്തം അടങ്ങി കിടന്നോണോ. പക്ഷെ സഭായോഗത്തിൽ പെട്ടി കിടക്കുന്ന പോലെ ഇരിക്കരുത്. ഇവിടെ ആരാധിച്ചോ? ഈ സുബോധം എന്ന് പറയുന്നത് അല്ലേ? പെട്ടി കയറി ആരാധിക്കാൻ പറ്റുമോ? പറ്റുമോ? അടങ്ങി കിടക്കണം. മൂക്കൊണ്ട് പോലും അറിയുള്ളൂ. പക്ഷേ സുബോധത്തോടെ കണ്ണുനീരോടെങ്കിൽ അങ്ങനെ, ശാന്തമായിട്ടാണെങ്കിൽ അങ്ങനെ, കൈയടിക്കാനാണെങ്കിൽ അങ്ങനെ, ധ്യാനത്തിലാണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണെങ്കിലും ഓ പകുത്തു തന്നയപ്പനെ നന്ദിയോടെ ആരാധിച്ച് മടങ്ങിപ്പോകാം. ഓ നിങ്ങളിക്കരുത് കേട്ടോ. 50 മുതലും നല്ല നല്ല വാഹനങ്ങളൊക്കെ വരുമ്പോ ഉടലൂടെ നടന്ന് ചെരുപ്പ് പോലുമില്ലാതെ നടന്ന കാലഘട്ടങ്ങളെ ഓർത്ത് കർത്താവേ ഇവിടെ വരെ എത്തിച്ചതാ. വീട്ടിലൊരാള് വന്ന കഴിക്കാൻ കൊടുത്ത ആധാരമില്ല, പാത്രമില്ല, മാറി കൊടുക്കാൻ മുണ്ടില്ല, കിടക്കാൻ പോകുന്ന പുതപ്പില്ല, കട്ടില്ല, മുറിയില്ല, ഒന്നുമില്ലാത്തൊരു കാലം. ഇന്നതൊന്നും അല്ലപ്പാ. ആരാധിച്ചോണേ, നാനാവിധമാക്കല്ലേ. സ്വത്രം 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 സ്വത്രം. ദൈവത്തിന്റെ ഉടമയൊന്നും നാനാവിധമാക്കരുത് കേട്ടോ. ഞായറാഴ്ച ഊട്ടി പോയരുത്. ഊട്ടി പോയാലും ആരാധിക്കണം. ഉടമ വന്നാൽ ഞായറാഴ്ച കപ്പൽ പകുത്ത് തന്നതാണെന്ന് അന്ന് സ്വത്രം പറയാനും അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ആരാധിച്ച് കിടന്ന് ഉറങ്ങാനൊക്കെ ഉള്ള സമയമാണ്. ഒരു ദിവസം വിശ്രമിക്കണം. ഞാൻ ഇവിടെയല്ല, വേറൊരു ജില്ലയല്ല, എന്റെ സഭയിലില്ല. എന്നാലും സഭായത്തിന് വലിയൊരു ചാക്ക് കൊണ്ടല്ലോ. വലിയൊരു ചാക്ക് നമ്മളൊക്കെ വാഴപ്പലിയാണ്. നല്ല വാഴ തള്ളിയാക്കുന്ന വാഴില്ലേ, ആരാധന കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ ഇതുകൊണ്ട് മരണം പോകാൻ നമ്മൾ ഒപ്പം ചെയ്ത് വലിയ റോഗത്തോയിൽ വന്നതാ വിചാരിക്കുക. ഞാൻ അങ്ങനെ സാധനം എങ്ങനെ കൊണ്ടുവരുന്നത്. പക്ഷെ അതൊക്കെ വീട്ടിൽ പോകാൻ പോലും നേരമില്ല. ആ വിളിച്ചിന് 5 മിനിറ്റ് നീണ്ട വാള് അറക്കല്ല മണിക്കൂർ പുള്ളി സ്വന്തം പറയാൻ പറ്റൂ. പറഞ്ഞു വന്നത് കുറെ കൊല്ലമായി ഈ സമാധാനമൊക്കെ തുടങ്ങിയിട്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം പറഞ്ഞ 4 മണിയാകുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ വാക്യം സാക്ഷ്യം. സുബോധമില്ലാതെ ഞാൻ പറഞ്ഞിരിക്കുകയല്ല, എനിക്കും സുബോധമുണ്ട്. പേടിക്കണ്ട. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ ഇപ്പൊ അടുത്ത കാലത്ത് ഇരിക്കുന്ന രക്ഷയില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. ഇച്ചിരി സുബോധം ദൈവം തന്നിട്ടുണ്ട്. ഓക്കേ, ഇങ്ങനെ ഈ മകൻ കൂട്ടുകാരും ഉണ്ടായിരുന്നു, കൂട്ടുകാരികളും ഉണ്ടായിരുന്നു. എന്നിട്ടവിടെ വായിക്കുന്നത് കേട്ടോ അല്ലേ. ഇങ്ങനെ പോകുമ്പോൾ കൂട്ടുകാരൊന്നും ഉണ്ടാകല്ലേ. കൂട്ടുകാർ വേണം. കൂട്ടായ്മയൊന്നും ആചരിക്കല്ലേ. 5ാം ക്ലാസ്സിലായാലും കല്യാണം ഉറപ്പിക്കല്ലേ. 5ാം ക്ലാസ് പഠിച്ചോണേ. 10ാം ക്ലാസ്സിലും കല്യാണം ഉറപ്പിക്കല്ലേ. +2 കല്യാണം ഉറപ്പിക്കല്ലേ. നമ്മളതിലെ പിള്ളേരെ ഒരു വിധത്തിലും യോജിക്കാൻ പറ്റില്ല. പകുത്ത് താമസമാണേ. ഒരു ചെറുക്കിനെ വളയ്ക്കാൻ നാം ഉപയോഗിക്കല്ലേ. പ്രായമില്ല, മക്കളാ. എന്നാലും സ്വപ്നം ചെയ്ത് ജീവിച്ചോണം. കൂട്ടയവൻ ദുഃഖിക്കരുത്. നന്നല്ല. എന്തെങ്കിലുമൊക്കെ പൈശാചിക ബന്ധങ്ങൾ പിശാച് കൊണ്ടുവന്നെങ്കിൽ 46-ാമത്തെ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് എന്റെ സ്വർഗീയ പിതാവിന് ദുഃഖം വരുന്ന ഒന്നും എന്നെ ദൈവം തന്ന മൊബൈലുകളൊക്കെ ഉപയോഗിക്കുമ്പോ കർത്താവ് ദുഃഖിക്കരുത് മക്കളെ. നല്ല കാര്യത്തിലൊക്കെ ഉപയോഗിക്കാൻ കേട്ടോ. TV ഒക്കെ നല്ല കാര്യത്തിൽ ഉപയോഗിക്കണം. സീരിയൽ മാത്രം കണ്ടാൽ അപ്പന് ദുഃഖമാണ്. സ്വത്രം 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 പറയുന്നതിന് അടിച്ച് പൊളിച്ച് തകർത്ത് ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും വല്ലതും കുറവുണ്ടോ? ഈ സ്വത്തും മുതലും കൂട്ടുകാരും കൂട്ടുകാരികളും ഏറ്റവും നല്ല റിസോർട്ട്, ഏറ്റവും നല്ല ഹോട്ടല്, എന്തോ വാ. ക്ഷാമം വരാൻ തുടങ്ങി. ചെറിയ ചെറിയ ക്ഷാമം. എന്നിട്ട് മുടങ്ങി വന്നില്ല. ക്ഷാമം കഠിനമായി. ഒരു കാര്യം ഞാൻ പറയാം. ഏതൊരു ക്ഷാമത്തിന്റെ പിന്നിലും ഒരു ദൈവിക ഇടപെടലുണ്ട്. ഏതൊരു രോഗത്തിന്റെ പിന്നിലും ഒരു ദൈവിക ഇടപെടൽ ഉണ്ടെന്ന്
മേലറ്റാക്കി രണ്ടെണ്ണം ടക്ക് ടക്കെന്ന് പറഞ്ഞു വീട്ടിൽ തട്ടിപ്പോയില്ല. തട്ടിപ്പോകുന്ന ഡോക്ടർ പറഞ്ഞ തട്ടിപ്പോകുന്ന പറഞ്ഞാൽ പോയില്ല. കാരണം ദൈവിക ഇടപെടലുണ്ടായിരുന്നു. കർത്താവിന് ഒത്തിരി സമയമുണ്ട്. ഞാൻ ലോക്കൽ പാസ്റ്റർ, സെൻട്രൽ പാസ്റ്റർ പ്രസംഗിക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് ബിസി. കർത്താവിന് വലിയ ബിസിയൊന്നും കർത്താവ് പണിയൊന്നും ഇല്ലല്ലോ. അപ്പൊ കർത്താവ് പറഞ്ഞു, മോനെ നീ ഒന്ന് ഇരിക്കാനൊന്നും ഏത് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന നേരമില്ല. വയനാട്ടിൽ വീട്, തിരുവനന്തപുരം ശുശ്രൂഷ, എവിടെയെല്ലാം പ്രസംഗിക്കാൻ പോകണം, എന്തല്ല, എന്നും തിരക്ക്, എന്നും മിനിസ്ട്രി, എന്നും കാര്യം, ഒന്നിനു നേരം. പക്ഷേ ഒരു നല്ല 3 സ്റ്റെൻഡും ഒരു ബലൂണും 4 അവിടെ ഇട്ടപ്പം സുബോധം വന്നു. ഇഷ്ടംപോലെ സമയം, ഇപ്പൊ ഇഷ്ടംപോലെ പിടികിട്ടിയോ? പിടികിട്ടിയോ? ഏതൊരു രോഗത്തിന്റെ പിന്നിലും ഈ എനിക്ക് പ്രശ്നങ്ങൾക്ക് മരണകരമായ വലിയ രോഗം. തിരുവനന്തപുരം നിംസ്, തിരുവനന്തപുരം കിംസ്, തിരുവല്ല ബിലിവേഴ്സ് ഒക്കെ തട്ടി, എല്ലാം തട്ടിപ്പോ ഉറപ്പ് മരണം 100% ഉറപ്പിച്ചു. ട്രീറ്റ്മെന്റ് ഒന്നും നടക്കുന്നില്ല. ലക്ഷങ്ങൾ വേണം ട്രീറ്റ്മെന്റ്, വലിയ എമൗണ്ട് വേണം. ഒടുവിൽ അതിനുള്ള ആൾക്കാർക്ക് രംഗത്ത് വന്നു. ട്രീറ്റ്മെന്റിന് തയ്യാറായി. നാളെ പോവുക. ഇന്ന് രാത്രി ഉറക്കമില്ല, ചർച്ചിലൂടെ നടക്കുക. എന്തുമാത്രം ആയിരക്കണക്കിന് കർത്തൃമേശകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആയിരക്കണക്കിന് പ്രാവശ്യം കർത്തൃമേശൻ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ ഈ രോഗവും കർത്താവിന്റെ മേശയും തമ്മിൽ ബന്ധമുണ്ടോ? അപ്പാ, ആയിരക്കണക്കിന് സ്റ്റേജ് കുഞ്ഞു പ്രായം മുതലുള്ള പ്രസംഗമാണ്. ഞാൻ പ്രസംഗിച്ച പ്രസംഗവും എന്റെ രോഗവും തമ്മിൽ ബന്ധമുണ്ടോ? ഇങ്ങനെ ഒരു രാത്രി മുഴുവൻ യാബോക്കുന്ന തീരത്ത് മല്ലി പിടിച്ചതുപോലെ ആദരക്കാൻ പറ്റില്ല, ശബ്ദവും എടുക്കാൻ പറ്റില്ല. മൗനത്തിന്റെയും കണ്ണുനീരിന്റെയും ഭാഷയിൽ പിറ്റേന്ന് ട്രീറ്റ്മെന്റ് നിമിഷിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കുടുംബമായി ചെല്ലുമ്പോൾ ഡോക്ടർ ഞെട്ടിപ്പോയി. തട്ടിപ്പോകുമ്പോൾ വിട്ടുക എന്നോട് പറഞ്ഞില്ല. ടെസ്റ്റുകളെല്ലാം ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട്, സ്റ്റാർട്ട് ചെയ്യാനായതുകൊണ്ട് ചെയ്ത മുഴുവൻ ടെസ്റ്റുകളും കിംസിൽ ചെയ്ത്, നിംസിൽ ചെയ്ത്, ബിലിവേഴ്സ് ചെയ്തല്ലോ, ഒന്നും പോരാ, വീണ്ടും തിരിയണം. ഡോക്ടർ പറഞ്ഞു പ്രൈവറ്റുകാർ വാശി മേടിക്കാന്നൊക്കെയാ പറയുന്നത്. അല്ല, സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമാണ്. ചെയ്തു. വലിയ എമൗണ്ടുകളാണ് ഓരോ ടെസ്റ്റുകൾക്കും. ദീർഘസമയം ടെസ്റ്റുകൾ കഴിഞ്ഞ് വന്നു. ഡോക്ടർക്ക് ആശയക്കുഴപ്പം. ഇതേ ടെസ്റ്റ് വീണ്ടും എഴുതുകയാണ്. അപ്പൊ നമുക്ക് വീട്ടിലെന്തോ കളിപ്പിക്കില്ല, പൈസ അടിച്ച് മാറ്റാനാണ്. ആ ടെസ്റ്റുകളുടെ ഡോക്ടറാണ് കൂടെ വരുന്നത്. ഭയങ്കര എന്തോ എന്റെ ക്യൂ, എന്തു വലിയ എന്നാ വലിയൊരു സംവിധാനം. ഡോക്ടർ കൂടെ വരിക. ടെസ്റ്റുകൾ കഴിഞ്ഞു, മണിക്കൂറുകൾ തിരിച്ചെത്തി. അദ്ദേഹം പറഞ്ഞു, ഇതൊരു ഹിന്ദുവാ, ഉത്തർപ്രധാന, എന്തോ ഒരു മിറാക്കിൾ സംഭവിച്ചിട്ടുണ്ട്. 30% മാത്രമേ ലങ്സ് പ്രവർത്തിക്കുന്നുള്ളൂ, ബാക്കി ഇവിടെ ഡാമേജായി. ലങ്സിന് മടങ്ങി വരില്ല. ആ ഡോക്ടർ പറഞ്ഞത് ഞാൻ ഒത്തിരി പഠിച്ചിട്ടില്ല, എന്റെ പഠനത്തിൽ നിങ്ങളുടെ ലങ്സിന് മടങ്ങി വരില്ല. കിംസുകാരൻ അത് തന്നെ പറഞ്ഞു, ബിലിവേഴ്സുകാരൻ അത് തന്നെ പറഞ്ഞു. ദൈവസന്നിധിയിൽ മടങ്ങി വന്നപ്പോൾ, രോഗത്തിന്റെ കാരണം ദൈവത്തിന് ശോധന ചെയ്തപ്പോൾ, ഇന്ന് പകലിൽ രോഗികളായി ആരെങ്കിലും ദൈവാത്മാവിന്റെ സ്പർശനം വ്യക്തിപരമായി ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നീതിയുടെ കർത്തൃമേശയിൽ രോഗവുമായി ബന്ധമുണ്ടോ എന്ന് ശോധന ചെയ്യുക. ഏതെങ്കിലും പിടക്കങ്ങൾ, ഏതെങ്കിലും ദേഷ്യങ്ങൾ, ഏതെങ്കിലും വൈരാഗ്യങ്ങൾ ആരെങ്കിലും മുറിവേൽപ്പിച്ച് അങ്ങേക്ക് കൊടുക്കേണ്ടത് ഞാൻ എടുത്ത് കഴിച്ചു, ഇതൊക്കെയായി ബന്ധമുണ്ടോ എന്ന് ശോധന ചെയ്ത് അവിടെയാണ് അപ്പൻ ആനന്ദിക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ പുസ്തകങ്ങളെ അടച്ച്, എല്ലാ പുസ്തകങ്ങളും അടച്ച്, ബാക്കി നിങ്ങളുടെ ധ്യാനത്തിനായി ആ വചനങ്ങളെ വിട്ട് 1-2 മിനിറ്റുകൾ എല്ലാ കണ്ണുകളും അടച്ച്, എല്ലാ കണ്ണുകളും അടച്ച്. ക്യാൻസർ ആകട്ടെ, അസ്ഥി തേയ്മാനമാകട്ടെ, വാദമാകട്ടെ, എന്തുമാകട്ടെ, കർത്താവേ എന്റെ രോഗങ്ങളും അപ്പൻ എനിക്ക് പകുത്തു തന്ന നന്മകളുമായി ബന്ധമുണ്ടോ? അപ്പോ ഇന്ന് പകൽ അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ എന്റെ ശരീരം പാപം ചെയ്തിട്ടുണ്ടോ? എന്റെ മനസ്സ് പാപത്തിന്റെ പിന്നാലെ ഓടിയിട്ടുണ്ടോ? ഞാൻ ആത്മീയനായിട്ടുണ്ടോ? എന്റെ
അത് ഏത് ക്ഷാമമാകട്ടെ, സാമ്പത്തിക ക്ഷാമമാകട്ടെ, ആരോഗ്യക്ഷാമമാകട്ടെ, മാനസിക ക്ഷാമമാകട്ടെ, സന്തോഷത്തിന്റെ ക്ഷാമമാകട്ടെ, ഫാമിലി ലൈഫിൽ തലമുറകളിൽ എവിടെയെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ, ക്ഷാമം കഠിനമാകുന്നുണ്ടെങ്കിൽ, കഠിനമാകുന്ന പ്രോബ്ലത്തിലൂടെ നാം കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ കാൽമുറിയിലേക്ക് നോക്കി ഒന്ന് കരയാൻ തയ്യാറായിക്കേ, ഏറ്റുപറയാൻ തയ്യാറായിക്കേ. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവ് എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാ കണ്ണുകളും അടച്ച്. മകന് സുബോധം വന്നു. കഠിനമായ ക്ഷാമം വന്നപ്പോൾ അവന് സുബോധം വന്നു. നമ്മുടെ പ്രോബ്ലങ്ങൾ നമ്മെ തകർക്കാനല്ല, നിന്നെ മുടിക്കാനല്ല, നിന്നെ ഇല്ലായ്മ ചെയ്യുവാനല്ല, നിന്നെ അപ്പന്റെ വീട്ടിലേക്ക് മടക്കി വരുത്തുവാനത്രേ, നിന്നെ ആത്മാവിൽ നിറയ്ക്കുവാനത്രേ, നിന്നെ ഒന്ന് ഉപവസിപ്പിക്കുവാനത്രേ, നിന്നെ കൊടുത്ത് പ്രാർത്ഥിപ്പിക്കുവാനത്രേ. ഈ വേദന ഇന്ന് പകൽ ഒരു മടങ്ങി വരുവാൻ ഉടമ്പടി ചെയ്തേ. അത്ഭുതങ്ങൾ ദൈവം ചെയ്യും, അത്ഭുതങ്ങൾ ദൈവം ചെയ്യും, അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. അവന്റെ സകല പ്രോബ്ലത്തിനും അവന് സുബോധം വന്നതോടുകൂടെ, അപ്പന്റെ വീട്ടിലേക്കുള്ള മടങ്ങി വരവോടുകൂടെ, അവന്റെ സകല പ്രതിസന്ധിക്കും ക്ഷാമം അവൻ മരിക്കത്തക്ക വിധത്തിൽ ശാരീരികവും മാനസികവും സാമ്പത്തികവും എല്ലാം നഷ്ടപ്പെട്ടവനായിട്ടായിരുന്നു. എന്നാൽ അപ്പന്റെ വീട്ടിൽ അവനറിയാത്ത ഒരുപാട് നന്മകൾ അവന് വേണ്ടി ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ മകൻ എന്നെങ്കിലും വചനം കേട്ട് എന്നെങ്കിലും ഒരു സഭായോഗത്തിൽ മടങ്ങി വരുന്നൊരു ദിനമുണ്ട്. അന്ന് നിന്നെ അനുഗ്രഹിക്കുമ്പോൾ സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളും നിന്റെ തലമേൽ പെരുമഴ പോലെ പെയ്യിക്കുമ്പോൾ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഈ സ്വർഗീയ പിതാവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. എല്ലാ തലങ്ങളും തുറന്ന്, എല്ലാ തലങ്ങളും തുറന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവേ, ഒരു മടങ്ങി വരവ്, ഒരു മടങ്ങി വരവ്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന സ്വർഗീയ പിതാവേ, എനിക്ക് പകർന്നു തന്ന ഒരുപാട് നന്മകൾ ഞാൻ നാനാവിധമാക്കിയവൻ, നാനാവിധമാക്കിയവൻ എന്നോട് പൊറുക്കണമേ, എന്നോട് ക്ഷമിക്കണമേ. ഇനി അല്പനാളുകൾ എന്റെ അപ്പനെ ദുഃഖിപ്പിക്കാതെ ഇന്ന് സ്വർഗത്തിൽ ആനന്ദം ഉണ്ടാകട്ടെ. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ഓ ഹല്ലേലൂയ.